ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങളുടെ എം.കോം ഫോർത്ത് സെമസ്റ്ററിലെ ഒരു പേപ്പറാണ് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. അതിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്താണെന്നും ഒരു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് നമ്മൾ എന്തിനാണ് ചെയ്യുന്നതെന്നും എല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. നമുക്കറിയാം എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. എന്താണ്? നമ്മുടെ ഒരു ഓർഗനൈസേഷൻ്റെ വാല്യൂ മാക്സിമൈസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, നമ്മളുടെ ഓർഗനൈസേഷനിൽ നമ്മുടെ വാല്യൂ മാക്സിമൈസ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാണ്, നമുക്കുള്ള ഫണ്ടിനെ ഒപ്റ്റിമമായി, അതായത് മോസ്റ്റ് എക്കണോമിക് ആൻഡ് പ്രുഡൻറ്റ് മാനറിൽ എന്ത് ചെയ്യാണ്, യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇപ്പം നമ്മളറിയാം ഒരു പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, ഏത് തരത്തിലുള്ള ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, ഒരു സൗണ്ട് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് സിസ്റ്റം നമുക്കില്ലെങ്കിൽ നമ്മുടെ ആ ഓർഗനൈസേഷനെ നമുക്ക് പ്രോപ്പറായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഓക്കെ, അത് നമ്മളൊരു പ്രോപ്പറായിട്ടുള്ള ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് സിസ്റ്റം നമ്മൾ എന്ത് ചെയ്യണം, മുന്നോട്ട് വെക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, നമ്മുടെ ഓർഗനൈസേഷനെ പ്രോപ്പറായിട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ, നമുക്ക് ഫിനാൻഷ്യലി ഹെൽത്തി ആവാൻ കഴിയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പലതരത്തിലുള്ള ടെക്നിക്സ് കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ചെയ്യുക, എങ്ങനെ നമ്മളൊരു പ്രോപ്പറായിട്ടുള്ള ഡിസിഷൻസ് എടുക്കും, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ പഠിച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു ചാപ്റ്ററിലേക്ക് വരികയാണെങ്കിൽ ഇത് സ്ട്രാറ്റജിയാണ്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് സ്ട്രാറ്റജീസാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമ്മൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് ആണ് ഉള്ളത്. സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് സിമ്പിളായിട്ട് പറയാം. എന്താണ്? ഇറ്റ്സ് എ ഫിനാൻഷ്യൽ ടെക്നിക്സിനെ സ്ട്രാറ്റജിക് ഡിസിഷനിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനെ നമുക്ക് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയാം. ഓക്കെ, എങ്ങനെയാണ്? ആപ്ലിക്കേഷൻ ഓഫ് ദി ഫിനാൻഷ്യൽ ടെക്നിക്സ് ടു സ്ട്രാറ്റജിക് ഡിസിഷനിലേക്ക് അപ്ലൈ ചെയ്യുക. ഫോർ വാട്ട്? ടു അച്ചീവിങ് ദി ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഡിസിഷൻ മേക്കേഴ്സിൻ്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, പലതരത്തിലുള്ള ഫിനാൻഷ്യൽ ടെക്നിക്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്ട്രാറ്റജിക് ഡിസിഷനിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനെ നമുക്ക് എന്ത് പറയാം, സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയാം. ഇനി നെക്സ്റ്റ് നോക്കാം. It is the identification of the possible strategies capable of maximizing an organization's market value. നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഐഡൻറ്റിഫൈ ചെയ്യാണ് ചെയ്യുന്നത്. എങ്ങനെ? നമുക്ക് ആവശ്യം, അതായത് നമ്മുടെ ക്യാപ്പബിലിറ്റി മാക്സിമൈസ് ചെയ്യിക്കാൻ, നമ്മുടെ എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ്റെ ക്യാപ്പബിലിറ്റി മാക്സിമൈസ് ചെയ്യിക്കാനുള്ള പ്രോപ്പർ, അതേപോലെ മാർക്കറ്റ് വാല്യൂ മാക്സിമൈസ് ചെയ്യാനുള്ള പ്രോപ്പർ സ്ട്രാറ്റജി, അതായത് പോസിബിൾ ആയിട്ടുള്ള സ്ട്രാറ്റജീസ് ഐഡൻറ്റിഫൈ ചെയ്യുക. ഇതിനെയും നമ്മൾ എന്ത് പറയുന്നുണ്ട്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയും. ഇനി സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഇൻവോൾവ്സ് എ റെക്കഗ്നിഷൻ ആൻഡ് ഡെവലപ്പിംഗ് പോസിബിൾ സ്ട്രാറ്റജീസ് ദാറ്റ് ഫെസിലിറ്റേറ്റ് maximization of the real worth of the organization by allocating limited capital resources among the competing prospects and to implement the selected strategy in order to achieve the organizational financial goals. നമ്മുടെ ഈ ഒരു സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് നമ്മൾ പോസിബിൾ ആയിട്ടുള്ള സ്ട്രാറ്റജീസ് റെക്കഗ്നൈസ് ചെയ്യുക, അതേപോലെ ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്? ദാറ്റ് ഫെസിലിറ്റേറ്റ് മാക്സിമൈസേഷൻ ഓഫ് ദ റിയൽ വർത്ത് ഓഫ് ദി ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ റിയൽ വർത്ത് എന്ത് ചെയ്യുന്നു, മാക്സിമൈസ് ചെയ്യിക്കുക എന്നുള്ളതാണ്. ബൈ അലോക്കേറ്റിംഗ്, എങ്ങനെ? ബൈ അലോക്കേറ്റിംഗ് നമുക്കുണ്ടാവുന്ന ലിമിറ്റഡ് റിസോഴ്സസിനെ എന്ത് ചെയ്യുന്നു, നമ്മൾ നല്ല രീതിയിൽ അലോക്കേറ്റ് ചെയ്യും. അതേപോലെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള സ്ട്രാറ്റജീസിനെ നമ്മൾ ഓർഗനൈസേഷനിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതോട് കൂടിയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഓർഗനൈസേഷൻ വെൽത്ത് ഇൻക്രീസ് ചെയ്യിക്കുന്നത്. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇൻ ഓർഡർ ടു അച്ചീവ് ദി ഓർഗനൈസേഷണൽ ഫിനാൻഷ്യൽ ഗോൾ. അപ്പോൾ ഫിനാൻഷ്യൽ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷൻ്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് പോസിബിൾ ആയിട്ടുള്ള സ്ട്രാറ്റജീസ് റെക്കഗ്നൈസ് ചെയ്യുകയും
ഡെവലപ്പ് ചെയ്തെടുക്കുകയും ചെയ്യുകയാണ് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലൂടെ ചെയ്യുന്നത്. ഇനി നമ്മൾ സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഡെഫിനിഷനിലേക്ക് പോവാണ്. ചാർട്ടേഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ട്സ് ഓഫ് CIMA UK ഡിഫൈൻ ചെയ്തിട്ടുള്ള ഡെഫിനിഷനാണ് നമ്മൾ നോക്കാം. Identification of possible strategies capable of maximizing an organization's net present value, the allocating of scarce capital resources between competing opportunities, and implementing and monitoring of the chosen strategy so as to achieve the stated objectives. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും ഒന്ന് ഡിഫൈൻ ചെയ്ത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. എന്താണ് പോസിബിൾ ആയിട്ടുള്ള സ്ട്രാറ്റജീസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഐഡൻറ്റിഫൈ ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ മാക്സിമൈസിങ് ദി ഓർഗനൈസേഷണൽസ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ, NPV ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. NPV എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതിലൂടെ എങ്ങനെയാണ് അത് ചെയ്യുന്നത്? നമുക്കായിട്ടുള്ള സ്കേഴ്സ് ക്യാപിറ്റൽ റിസോഴ്സസ് നമ്മൾ എന്ത് ചെയ്യുന്നു, അലോക്കേറ്റ് ചെയ്യുകയും നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള സ്ട്രാറ്റജീനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും മോണിറ്ററിങ് ചെയ്യുകയും ചെയ്യുന്നതിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഓർഗനൈസേഷൻ്റെ നെറ്റ് പ്രസൻറ്റ് വാല്യൂ എന്ത് ചെയ്യുന്നത്, ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നത്. ഇതൊക്കെ നമ്മൾ കോമൺ ആയിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? ടു അച്ചീവ് ദ സ്റ്റേറ്റഡ് ഒബ്ജക്റ്റീവ്സ്. നമ്മൾ സ്റ്റേറ്റ് ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പോസിബിൾ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി നമ്മൾ എന്ത് ചെയ്യുന്നു, ഐഡൻറ്റിഫൈ ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഏരിയ ആയിട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് നോക്കാം. ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ദ ലോങ് ടേം മാനേജ്മെൻറ്റ് ഓഫ് ദി ഫണ്ട്. നമുക്ക് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിനെ ലോങ് ടേം മാനേജ്മെൻറ്റ് ഓഫ് ഫണ്ടാണെന്ന് പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരെന്താണ് ചെയ്യുന്നത്, ഒരു സ്ട്രാറ്റജിക് പേഴ്സ്പെക്റ്റീവിലൂടെയാണ് നമ്മുടെ ഓർഗനൈസേഷനിലെ ഫണ്ട് മാനേജ് ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ സ്ട്രാറ്റജി അപ്ലിക്കബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ലോങ് ടേം മാനേജ്മെൻറ്റ് ഫണ്ടാന്ന് പറയാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇറ്റ് ഫോക്കസ് ഓൺ ദ മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റബിലിറ്റി ആൻഡ് വെൽത്ത് ഓഫ് ദി ഓർഗനൈസേഷൻ ടു അച്ചീവ് ദ കോമ്പറ്റീറ്റീവ് പൊസിഷൻ. എന്താണ്, നമ്മുടെ ഓർഗനൈസേഷന് നമ്മുടെ കോമ്പറ്റീറ്റീവ് വേൾഡിൽ ഒരു പൊസിഷൻ അച്ചീവ് ചെയ്യണം. അതായത് കോമ്പറ്റീവ് പൊസിഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കൂടുതലും എന്ത് ചെയ്യുന്നു, ഓർഗനൈസേഷൻ്റെ പ്രോഫിറ്റബിലിറ്റി മാക്സിമൈസ് ചെയ്യുന്നതിലും അതേപോലെ ഓർഗനൈസേഷൻ്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യുന്നതിലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. കൂടാതെ എന്ത് ചെയ്യുന്നുണ്ട്, ടു ഇൻവെസ്റ്റ് ഫണ്ട് ടു ബ്രിങ് മാക്സിമം റിട്ടേൺ. നമ്മൾക്കുള്ള ഫണ്ട്, നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഫണ്ട് എന്ത് ചെയ്യുന്നു, നമ്മൾക്ക് മാക്സിമം റിട്ടേൺ കിട്ടുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂവിൽ നമ്മൾക്ക് ഇൻവെസ്റ്റ് ചെയ്യിക്കാനും എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. SFM എന്ന് പറയുന്നത് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. പിന്നെ നെക്സ്റ്റ് നോക്കുമ്പം ഇറ്റ് ഈസ് ബോത്ത് സ്ട്രക്ചേർഡ് ആൻഡ് ഫ്ലെക്സിബിൾ. ഇത് സ്ട്രക്ചേർഡുമാണ് ഫ്ലെക്സിബിളുമാണ്. സ്ട്രക്ചേർഡ് എന്ന് പറയാൻ കാരണം ഇതിന് പ്രോപ്പറായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. ഫ്ലെക്സിബിൾ ആവാൻ കാരണം എന്താണ്, എൻവയോൺമെൻറ്റൽ ചേഞ്ചസിനനുസരിച്ച് ഇതിലെന്ത് ചെയ്യുന്നു, മാറ്റങ്ങൾ വരുന്നുണ്ട്. നെക്സ്റ്റ് നോക്കുക, ഇറ്റ് പ്രൊമോട്ട് ഗ്രോത്ത്, പ്രോഫിറ്റബിലിറ്റി ആൻഡ് എക്സിസ്റ്റൻസ് ഓഫ് ദ ഫേം ഇൻ ലോങ് റൺ. അതായത് ഒരു ഫേമിൻ്റെ ഗ്രോത്ത്, പ്രോഫിറ്റബിലിറ്റി, അതിൻ്റെ ലോങ് റണ്ണിലേക്കുള്ള എക്സിസ്റ്റൻസ്, ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് എന്നും പറയാം. നെക്സ്റ്റ് നോക്കാം, ഇറ്റ് ഇൻക്ലൂഡ്സ് ആൻ ഇന്നോവേറ്റീവ്, ക്രിയേറ്റീവ് ആൻഡ് മൾട്ടി ഡയമെൻഷണൽ അപ്രോച്ച് ഫോർ ഫൈൻഡിങ് സൊല്യൂഷൻ ടു പ്രോബ്ലം. നമുക്കൊരു ഓർഗനൈസേഷനിൽ എന്തെങ്കിലും ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടാവുകയാണെങ്കിൽ അതിൽ ഇന്നോവേറ്റീവായിട്ടും ക്രിയേറ്റീവായിട്ടും അതേപോലെ മൾട്ടി ഡയമെൻഷണൽ, ഒരു ഡയമെൻഷനിൽ മാത്രം ചിന്തിക്കാതെ പല ഡയമെൻഷനിലായിട്ടുള്ള സൊല്യൂഷൻസ് നമുക്ക് എന്ത് ചെയ്യുന്നു, കണ്ടുപിടിച്ച് തരുന്നുണ്ട് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലൂടെ. നെക്സ്റ്റ്, ഇറ്റ് ഹെൽപ്സ് ഫോർമുലേറ്റ് അപ്രോപ്രിയേറ്റ് സ്ട്രാറ്റജീസ് ആൻഡ് ഫെസിലിറ്റേറ്റ്സ് കോൺസ്റ്റൻറ്റ് മോണിറ്ററിങ് ആൻഡ് ആക്ഷൻ പ്ലാൻസ് ടു മാച്ച് വിത്ത് ദ ലോങ് ടേം ഒബ്ജക്റ്റീവ്. നമുക്ക് നമ്മളുടെ ഓർഗനൈസേഷനിൽ ഒരു മെയിൻ ഒബ്ജക്റ്റീവ് ഉണ്ടാവും. അത് ലോങ് റണ്ണിലേക്കുള്ളതും ആയിരിക്കും അല്ലേ, ലോങ് റൺ ഒബ്ജക്റ്റീവ് ആയിരിക്കും അത്.
അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി നമുക്ക് കുഞ്ഞു കുഞ്ഞ് ചെറിയ ചെറിയ പ്ലാനുകൾ വേണം. അതിനെയാണ് നമ്മൾ സ്ട്രാറ്റജീസ് എന്ന് പറയണമെങ്കിൽ, അല്ലെങ്കിൽ കൺസ്ട്രെയിൻ മോണിറ്ററിംഗ് എന്ന് പറയും. അപ്പം നമുക്ക് ഈ ഒരു മെയിൻ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്ട്രാറ്റജീസ് ഫെസിലിറ്റേറ്റ് ചെയ്യുക, കോൺസ്റ്റൻറ്റ് മോണിറ്റേഴ്സ് കൊണ്ടുവന്നിട്ട് ചെറിയ ചെറിയ ആക്ഷൻ പ്ലാനുകൾ എന്ത് ചെയ്യുക, മറ്റേ പ്ലാൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. നെക്സ്റ്റ് ഇറ്റ് മേക്ക് യൂസ് ഓഫ് അനലിറ്റിക്കൽ ഫിനാൻഷ്യൽ ടെക്നിക് വിത്ത് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ജഡ്ജ്മെൻറ്റ് ഓഫ് ഫാക്ച്വൽ ഇൻഫർമേഷൻ. പിന്നെ എന്ത് ചെയ്യുന്നു, അനലിറ്റിക് ഫിനാൻഷ്യൽ ടെക്നിക്ക് യൂസ് ചെയ്തുകൊണ്ട് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ജഡ്ജ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഒരു ഇൻഫർമേഷനെ ക്വാളിറ്റേറ്റീവ് ആയിട്ടും ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടും എന്ത് ചെയ്യുന്നു, ജഡ്ജ് ചെയ്യുന്നു. പിന്നെ റിസൾട്ട് ഓറിയൻറ്റഡ് ആണ്. നെക്സ്റ്റ് ഇറ്റ് ഓഫർ എ നമ്പർ ഓഫ് സൊല്യൂഷൻ വൈൽ അനലൈസിങ് ദ പ്രോബ്ലം ഇൻ ദ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാവുകയാണെങ്കിൽ അത് കണ്ടുപിടിക്കാൻ പല തരത്തിലുള്ള സൊല്യൂഷൻസ് എന്ത് ചെയ്യുന്നു, സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഓഫർ ചെയ്യുന്നുണ്ട്. ഇത്രയുമാണ് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഓഫ് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്കോപ്പ് ഓഫ് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് ആണ്. സ്കോപ്പ്, ഏതൊക്കെ ഏരിയാസിലാണ് നമ്മൾ ഈ ഒരു സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ത് ചെയ്യുന്നത്, ആപ്ലിക്കബിൾ ആവുന്നത് എന്നുള്ളതാണ് നോക്കാം. ഇതിന് 5 സ്കോപ്പുകളാണ്. ഫസ്റ്റ്, സ്ട്രാറ്റജിക് ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് ഡിസിഷൻ, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഡിസിഷൻ, ലിക്വിഡിറ്റി മാനേജ്മെൻറ്റ് ഡിസിഷൻ, വാല്യൂ ക്രിയേഷൻ ഓഫ് ദി ഫേം ആൻഡ് പ്രോഫിറ്റബിലിറ്റി മാനേജ്മെൻറ്റ്. ഫസ്റ്റ് വൺ സ്ട്രാറ്റജിക് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനാണ്. നമ്മൾക്ക് ഒരു പ്രോഫിറ്റബിൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളുടെ ഫണ്ടിനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂവിൽ ഇൻവെസ്റ്റ് ചെയ്യുക. നമുക്ക് ഉണ്ടാകുന്ന ഫണ്ട് നമ്മൾ ഏത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂവിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള പ്രോപ്പർ ഡിസിഷൻ എടുക്കുന്നതിനാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് ഡിസിഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ ഫ്യൂച്ചർ അൺസർട്ടൈൻ ആണ്, റിസ്ക് എന്ന് പറഞ്ഞിട്ടുള്ള എലമെൻറ്റ് ഉണ്ടാവും. നമ്മൾ ഡിഫറെൻറ്റ് പ്രൊജക്റ്റുകൾ ഉണ്ടാവും, അതിൽ നമ്മൾ ഓരോ പ്രൊജക്റ്റിനെ അനലൈസ് ചെയ്യണം, നമുക്ക് എത്രത്തോളം റവന്യൂ തിരിച്ചു കിട്ടും എന്നുള്ളതൊക്കെ. അപ്പോൾ നമ്മളറിയാം, നമ്മൾ വിചാരിക്കുന്ന എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് നമുക്ക് തിരിച്ച് കിട്ടണമെന്നുമില്ല. അപ്പോൾ പ്രോപ്പർ ഡെസിഷൻ എടുക്കുക എന്നുള്ളതാണ്. നമുക്ക് കുറഞ്ഞ ചിലവിൽ കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്ന ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂ ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് ഡിസിഷൻ എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ എന്ത് പറയുന്നുണ്ട്, ക്യാപിറ്റൽ ബജറ്റിംഗ് എന്നും കൂടി പറയും, അറിയില്ലേ? ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ബഡ്ജറ്റിംഗ് എന്നും കൂടി നമ്മൾ പറയുന്നുണ്ട്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്സ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂ നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് ഡിസിഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഡിസിഷനാണ്. നമ്മുടെ ഒരു ഫേമിനെ ലോങ് റണ്ണിലേക്ക് കൊണ്ടുപോകാൻ നമ്മൾ ഏത് തരത്തിലുള്ള ഫണ്ടാണ് യൂസ് ചെയ്യേണ്ടത്. നമുക്ക് ഇക്വിറ്റി ക്യാപിറ്റൽ ഉണ്ട്, ഡെപ്റ്റ് ക്യാപിറ്റൽ ഉണ്ട്, ബോറോഡ് ഫണ്ട് ഉണ്ട്, അതേപോലെ റിട്ടേൺഡ് ഏർണിങ്സ്, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള മിക്സ് ഓഫ് ക്യാപിറ്റൽ ഉണ്ട്. അപ്പം നമ്മൾ ഏത് തരത്തിലുള്ള മിക്സ് യൂസ് ചെയ്യണം, ഏത് ഫണ്ട് റേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ലോങ് റണ്ണിലേക്ക് നമ്മൾ ഓർഗനൈസേഷനെ കൊണ്ടുപോകേണ്ടത് എന്നുള്ളത്, വിച്ച് സോഴ്സ് ഓഫ് ഫിനാൻസ് യൂസ്, അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഡിസിഷനിൽ എടുക്കുന്നത്. നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് ദി കമ്പനി, അതാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ പഠിച്ചിട്ടുണ്ടാവും. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണെന്ന് നോക്കുക എന്നുള്ളതാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഡിസിഷൻ എന്ന് പറയുന്നത്. തേർഡ് വൺ ലിക്വിഡിറ്റി മാനേജ്മെൻറ്റ് ഡിസിഷനാണ്. നമുക്കുണ്ടാവുന്ന ഫണ്ട്, അതായത് അതിൽ നിന്നും എന്ത് ചെയ്യുക, നമ്മളൊരു ആഡിക്വേറ്റ് ക്യാഷ് റിസർവ്സ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക. കാരണം നമ്മുടെ ഫ്യൂച്ചർ ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ക്യാഷ് റിസർവ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇങ്ങനെ ലിക്വിഡായിട്ടുള്ള ഒരു ഫണ്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടില്ലെങ്കിൽ നമുക്ക് ഭാവിയിൽ ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടാവുകയാണെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനെ ഫേസ് ചെയ്യാനുള്ള ഫണ്ട് നമുക്ക് അവൈലബിൾ ആയിട്ട് ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ എത്രത്തോളം ക്യാഷ് റിസർവ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ് ലിക്വിഡിറ്റി മാനേജ്മെൻറ്റ് ഡിസിഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സ്ട്രാറ്റജിക് വാല്യൂ ക്രിയേഷൻ ഓഫ് ദി ഫേം. നമ്മുടെ ഓർഗനൈസേഷൻ്റെ മാർക്കറ്റ് സ്റ്റാറ്റസ് ഇൻക്രീസ് ചെയ്യിക്കുക എന്നുള്ളതാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്.
ഓക്കെ, ഓർഗനൈസേഷൻ്റെ മാർക്കറ്റ് വാല്യൂ ഇൻക്രീസ് ചെയ്യിക്കുക എന്നുള്ളതാണ് വാല്യൂ ക്രിയേഷൻ ഓഫ് ദി ഫേം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സ്ട്രാറ്റജിക് പ്രോഫിറ്റബിലിറ്റി മാനേജ്മെൻറ്റ്. നമ്മുടെ ഓർഗനൈസേഷനിൽ ഉണ്ടാകുന്ന നമ്മുടെ പ്രോഫിറ്റിനെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു, അതായത് നമ്മൾ ഡിവിഡൻ്റായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ റിസർവ് ആയിട്ട് കീപ്പ് ചെയ്യുന്നു, നമ്മൾ പ്രോഫിറ്റബിലിറ്റീനെ എങ്ങനെ മാനേജ് ചെയ്യുന്നു. സോ ഓൾസോ കോൾഡ് ആണ് ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് കൂടി നമുക്ക് എന്ത് പറയാം, ഇതിനെ പറയാൻ പറ്റും. ഡിവിഡൻഡ് ഡിസിഷൻ എന്നും കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ പറയാം. അപ്പം ഇത്രയും ഏരിയാസിലാണ് നമ്മൾ സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ സ്കോപ്പ് ഉള്ളത്. അപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് ഡിസിഷൻ, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഡിസിഷൻ, ലിക്വിഡിറ്റി മാനേജ്മെൻറ്റ് ഡിസിഷൻ, വാല്യൂ ക്രിയേഷൻ ആൻഡ് പ്രോഫിറ്റബിലിറ്റി മാനേജ്മെൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിനാൻഷ്യൽ ഗോൾ ആൻഡ് സ്ട്രാറ്റജിയാണ്. ഫിനാൻഷ്യൽ ഗോൾ ആൻഡ് സ്ട്രാറ്റജി. നമുക്കറിയാം ഫിനാൻഷ്യൽ ഗോൾ എന്താണ്. ഫിനാൻഷ്യൽ ഗോൾ എന്ന് വെച്ചാൽ കമ്പനിക്ക് ഉണ്ടാവുന്ന കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ്, അതേപോലെ മിഷൻ, സ്ട്രാറ്റജി ഇതെല്ലാം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ക്വാണ്ടിറ്റേറ്റീവ് എക്സ്പ്രഷൻസിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ ഗോൾസ് അല്ലെങ്കിൽ സ്ട്രാറ്റജീസ് എന്ന് പറയാം. അപ്പം ഇത് നമ്മളുടെ എന്താണ്, ഓർഗനൈസേഷൻ്റെ ക്യാഷ് ഫ്ലോ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സ്, റവന്യൂ, പ്രോഫിറ്റ് ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കും നമ്മുടെ ഫിനാൻഷ്യൽ ഗോള് ഉണ്ടായിരിക്കുക. അതിനനുസരിച്ചായിരിക്കും നമ്മളൊരു ഫിനാൻഷ്യൽ ഗോൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ഫിനാൻഷ്യൽ ഗോൾസ് എന്നാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യുക അല്ലെങ്കിൽ ഓണേഴ്സിൻ്റെ വെൽത്ത് മാക്സിമൈസേഷനാണ് എന്ത് ഫസ്റ്റ് ഗോൾ എന്ന് പറയുന്നത്. കാരണം ഒരു കോർപ്പറേറ്റ് ഫിനാൻഷ്യൽ തിയറി പ്രകാരം ഓണേഴ്സാണ് നമ്മുടെ ഓർഗനൈസേഷൻ്റെ പ്രൈമറി ഇൻട്രസ്റ്റ് എന്നാണ് നമ്മൾ പഠിക്കുന്നത്, അല്ലേ? അതുകൊണ്ട് തന്നെ നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഓണേഴ്സിൻ്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ ഗോൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഗ്രോത്ത് ബിസിനസ് റവന്യൂ. ബിസിനസ് റവന്യൂവിൽ ഇൻക്രീസ് ഉണ്ടാക്കിക്കുക. അതായത് ഇറ്റ് നീഡ് ടു കണ്ടക്ട് എ ക്യാഷ് ഫ്ലോ അനാലിസിസ്, reduce unnecessary expenses and consider alternative sources. അതായത് നമ്മുടെ ഓർഗനൈസേഷൻ്റെ റവന്യൂ മാക്സിമൈസ് ചെയ്യുക. എങ്ങനെയൊക്കെയാണ്? ക്യാഷ് ഫ്ലോ അനാലിസിസ് കണ്ടക്ട് ചെയ്യുക, അതേപോലെ അൺനെസസറി ആയിട്ടുള്ള എക്സ്പെൻസുകൾ ഒഴിവാക്കിക്കൊണ്ട്, പിന്നെ നമുക്ക് മറ്റ് ആൾട്ടർനേറ്റീവ് സോഴ്സസ് ഉണ്ടെങ്കിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ഓർഗനൈസേഷൻ്റെ റവന്യൂ ഇൻക്രീസ് ചെയ്യിക്കുക എന്നുള്ളതാണ് മറ്റൊരു ഫിനാൻഷ്യൽ ഗോൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ടു ഇൻക്രീസ് ദ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. ഓർഗനൈസേഷൻ്റെ റിട്ടേൺ എന്ത് ചെയ്യുക, ഇൻക്രീസ് ചെയ്യിക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് കമ്പനി എന്ത് ചെയ്യുന്നു, പലതരത്തിലുള്ള ക്യാൻ മേക്ക് യൂസ് ഓഫ് സെവറൽ സ്ട്രാറ്റജീസ് ഫോർ ദിസ് പർപ്പസ്. പലതരത്തിലുള്ള സ്ട്രാറ്റജീസ് എന്ത് ചെയ്യുന്നു, യൂസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയൊക്കെ? പ്രൈസ് റേസ് ചെയ്യിക്കും, അതായത് റേസിങ് പ്രൈസസ്. നെക്സ്റ്റ് എന്താണ്? പർച്ചേസിങ് മോർ എഫിഷ്യൻറ്റ് എക്യുപ്മെൻറ്റ്സ് ടു റെഡ്യൂസ് പ്രൊഡക്ഷൻ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, എഫിഷ്യൻറ്റ് എക്യുപ്മെൻറ്റ്സുകൾ എന്ത് ചെയ്യുന്നു, യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാണ്, അവർ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ നമ്മുടെ ഓർഗനൈസേഷൻ്റെ റിട്ടേൺ ഇൻക്രീസ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഇറ്റ് ഫോക്കസ് ഓൺ മൾട്ടി ഡയമെൻഷണൽ അപ്രോച്ച്. പലതരത്തിലുള്ള ഡയമെൻഷണൽ അപ്രോച്ചുകൾ ഒരു എന്താണ് ഓർഗനൈസേഷൻ്റെ മെയിൻ ഗോൾ അച്ചീവ് ചെയ്യാൻ അല്ലെങ്കിൽ എന്തെങ്കിലും സൊല്യൂഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുകയാണ്, ഓർഗനൈസേഷൻ്റെ മെയിൻ ഗോൾ അച്ചീവ് ചെയ്യാൻ ഒരു ഡയമെൻഷനിൽ മാത്രം ചിന്തിക്കാതെ പലതരത്തിലുള്ള ഡയമെൻഷനിലൂടെ ചിന്തിച്ചുകൊണ്ട് അതിനെ സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്തിൽ, സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ. നെക്സ്റ്റ്, ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന് പ്രയോറിറ്റീസ് കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണ് കൊടുക്കുന്നത് എന്ന് വെച്ചാൽ റൈറ്റ് ഡയറക്ഷൻ, അതേപോലെ റിസ്ക് ഒക്കെ റെഡ്യൂസ് ചെയ്തുകൊണ്ട് കറക്റ്റ് ഡയറക്ഷനിൽ ഗോൾ അച്ചീവ് ചെയ്യാൻ സഹായിക്കുന്നു. അതാണ് അഡ്വാൻസ്ഡ് പ്ലാനിങ്ങിന് കൂടി എന്ത് ചെയ്യുന്നുണ്ട്, സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് സഹായിക്കുന്നുണ്ടെന്ന് പറയാം. ഇത്രയുമാണ് ഫിനാൻഷ്യൽ ഗോൾസ് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഡൊണാൾഡ്സൺ എന്ന് പറഞ്ഞ ഒരു വ്യക്തി എന്ത് ചെയ്യുന്നുണ്ട്, ഫിനാൻഷ്യൽ ഗോൾസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, കമ്പനിയുടെ ഫിനാൻഷ്യൽ ഗോൾസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അതാണ് ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്, കമ്പനീസ് ആർ നോട്ട് ഓൾവേസ് ഗവേൺഡ് ബൈ ദ മാക്സിമം പ്രോഫിറ്റ് ക്രൈറ്റീരിയൻ. അതായത് കമ്പനീസിനെ എപ്പോഴും തന്നെ എന്ത് ചെയ്യുന്നില്ല, പ്രോഫിറ്റിൻ്റെ ഒരു ക്രൈറ്റീരിയ ആയിട്ട് കൺസിഡർ ചെയ്യണില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ,
ഫിനാൻഷ്യൽ പ്രയോറിറ്റീസ് ചേഞ്ച് അക്കോർഡിംഗ് ടു ദ ചേഞ്ച് ഇൻ ദ എക്കണോമിക് ആൻഡ് കോമ്പറ്റേറ്റീവ് എൻവയോൺമെൻറ്റ്. നമ്മുടെ എക്കണോമിക്കലി ആൻഡ് കോമ്പറ്റേറ്റീവ് എൻവയോൺമെൻറ്റിൽ ചേഞ്ചസ് വരുന്നതിനനുസരിച്ച് തന്നെ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഫിനാൻഷ്യൽ പ്രയോറിറ്റീസിൽ കൂടി ചേഞ്ചസ് വരുന്നുണ്ടെന്നാണ് ഡൊണാൾഡ്സൺ പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. കോമ്പറ്റീഷൻ സെറ്റ്സ് ദ കൺസ്ട്രെയിൻസ് വിത്ത് വിച്ച് എ കമ്പനി ക്യാൻ അറ്റൈൻ ഇറ്റ്സ് ഗോൾ. ഒരു കമ്പനിക്ക് അവരുടെ കോമ്പറ്റീഷനിൽ എന്താണ്, കമ്പനീസ് എന്ന് പറയുന്നത് കോമ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അവരുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി അവരെന്ത് ചെയ്യുന്നു, അവർക്ക് അതിൻ്റേതായ പരിമിതികൾ, കൺസ്ട്രെയിൻസുകൾ എന്ത് ചെയ്യുന്നു, സെറ്റ് ചെയ്യുന്നുണ്ട്. അതുവഴി അവരെന്ത് ചെയ്യുകയാണ്, അവരുടെ ഗോൾ അച്ചീവ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, മാനേജിങ് എ കമ്പനീസ് ഫിനാൻഷ്യൽ ഗോൾ സിസ്റ്റം ഇൻ എ കണ്ടിന്യൂവസ് പ്രോസസ് ഓഫ് ബാലൻസിങ് ഡിഫറെൻറ്റ് പ്രയോറിറ്റീസ് ഇൻ എ മാനർ ദാറ്റ് ദ ഡിമാൻഡ് ഫോർ സപ്ലൈ ഓഫ് ഫണ്ട് ഇസ് റീകൺസീൽഡ്. അവരെന്താണ് ചെയ്യുന്നത്, ഫിനാൻഷ്യൽ ഗോൾ സിസ്റ്റംസ്, ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ ഗോൾ സിസ്റ്റംസ് എന്ത് ചെയ്യാൻ, മാനേജ് ചെയ്യാൻ എന്ത് ചെയ്യുന്നു, അവർ ബാലൻസ് ചെയ്യുകയാണ് ചെയ്യുക. കണ്ടിന്യൂവസ് പ്രോസസ്സായിട്ട് എന്ത് ചെയ്യുന്നു, ബാലൻസ് ചെയ്യുന്നു. ഡിമാൻഡും സപ്ലൈനെയും കൂടിയും എന്താണ്, ഒരേ ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഫണ്ടിൻ്റെ ഡിമാൻഡ് ആൻഡ് സപ്ലൈനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ്, എ ചേഞ്ച് ഇൻ എനി ഗോൾ കനോട്ട് ബി എഫക്റ്റ് വിത്തൗട്ട് കൺസിഡറിങ് ദ എഫക്റ്റ് ഓഫ് അതർ ഗോൾ. പിന്നെ അവരെന്താണ് പറയുന്നത്, ഒരു ഗോളിൻ്റെ എഫക്റ്റിനെ കൺസിഡർ ചെയ്യാതെ മറ്റൊരു ഗോളിൻ്റെ എഫക്റ്റിൽ ചേഞ്ച് വരില്ല എന്നാണ് എന്ത് പറയുന്നത്, ഡൊണാൾഡ്സൺ പറയുന്നത്. നെക്സ്റ്റ്, ഫിനാൻഷ്യൽ ഗോൾ എന്ന് പറയുന്നത് ചേഞ്ചബിൾ ആണ്, അതേപോലെ അൺസ്റ്റേബിളും ആണ്. ചിലപ്പോൾ അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, ചിലപ്പോൾ അതെന്താവാം, സ്റ്റേബിൾ ആയതുകൊണ്ടും നിൽക്കും. അപ്പോൾ ഇത്രയാണ് ഡൊണാൾഡ്സൺ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഫിനാൻഷ്യൽ ഗോളിനെ, കമ്പനിയുടെ ഫിനാൻഷ്യൽ ഗോൾസിൻ സിസ്റ്റത്തിന് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ പ്രത്യേകതകളായിട്ട് ഡൊണാൾഡ്സൺ പറയുന്നത്. നെക്സ്റ്റ് നോക്കുന്നത് ഫിനാൻഷ്യൽ ഗോൾ ഓഫ് കോർപ്പറേറ്റ് മാനേജേഴ്സ് ഇൻ ഇന്ത്യ. ഒരു കോർപ്പറേറ്റ് മാനേജേഴ്സിൻ്റെ, ഇന്ത്യയുടെ കോർപ്പറേറ്റ് മാനേജേഴ്സിൻ്റെ ഫിനാൻഷ്യൽ ഗോൾ എന്തൊക്കെയാണെന്നാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, പോയിൻ്റ് ഔട്ട് ചെയ്യാം. ഫസ്റ്റ്, എൻഷുറിങ് ദ ഫണ്ട് അവൈലബിലിറ്റി. പിന്നെന്താണ്, മാക്സിമൈസിങ് ദി ഗ്രോത്ത്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. നെക്സ്റ്റ്, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, ഷെയർ ഹോൾഡേഴ്സ് വാല്യൂ ക്രിയേഷൻ. ഇത്രയുമാണ് ഒരു കോർപ്പറേറ്റ് മാനേജേഴ്സിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഫിനാൻഷ്യൽ ഗോൾ എന്ന് പറയുന്നത്. ഓക്കെ, കോർപ്പറേറ്റ് മാനേജേഴ്സിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് ഈ ഇത്രയും ഗോൾസ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫിനാൻഷ്യൽ ഗോൾസിനെ കുറിച്ച് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പം ഇത്രയാണ് ഇന്ന് നമ്മൾ ഈ ചാപ്റ്ററിൽ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ എന്ത് പറഞ്ഞു, സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്താണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഡെഫിനേഷൻ നോക്കി. പിന്നെ സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കി. അതേപോലെ നെക്സ്റ്റ് നമ്മൾ സ്കോപ്പ്, അതായത് ഡിഫറെൻറ്റ് ഏരിയയിലുള്ള സ്കോപ്പുകൾ നോക്കി. നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഗോളും അത് ഏതൊക്കെയാണ് നമ്മുടെ ഫിനാൻഷ്യൽ ഗോൾ എന്നും, അതേപോലെ ഡൊണാൾഡ്സൻ്റെ രീതിയിൽ ഏതാണ് നമ്മുടെ കമ്പനിയുടെ ഫിനാൻഷ്യൽ ഗോൾ സിസ്റ്റം, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. നെക്സ്റ്റ്, ഫിനാൻഷ്യൽ ഗോൾ ഓഫ് കോർപ്പറേറ്റ് മാനേജേഴ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയുടെ കോർപ്പറേറ്റ് മാനേജേഴ്സ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ അവരുടെ ഫിനാൻഷ്യൽ ഗോൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പാർട്ടിൽ നമ്മളിതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഓക്കെ, താങ്ക് യു.